ഹലോ ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നീറ്റിനെ കുറിച്ചും MBBS കുറിച്ചൊക്കെ എനിക്കൊരു നീറ്റ് വിരുദ്ധനാണ് MBBS വിരുദ്ധനാണെന്നുള്ളൊരു ചാപ്പ കുത്തി തന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ സാറിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ നെഗറ്റീവ്സ് ഒന്നും പറയാത്തതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയിൽ നമുക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ നെഗറ്റീവ്സ് പറഞ്ഞു കളയാം. വെൽക്കം ടു അനദർ വീഡിയോ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കരിയർ റിലേറ്റഡ് കാര്യങ്ങൾ ഈ ചാനലിൽ കിട്ടും. ഇപ്പോൾ എഞ്ചിനീയറിംഗിന്റെ ഡൗൺ സൈഡ്സ് ഞാൻ പറയാത്തൊന്നുമല്ല. ഞാൻ ഒരുവിധം എല്ലാ വീഡിയോയിലും എഞ്ചിനീയറിംഗിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാറുണ്ട്. എൻ്റെ പഴയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്: ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയവർ. ഇത് എഞ്ചിനീയറിംഗ് എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ എഞ്ചിനീയറിംഗിന് വേണ്ടി പോയ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. കാരണം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു 50% മാത്രമാണ് പാസ് റേറ്റ് ഉള്ളത്. ബാക്കി അധികം ആൾക്കാരൊക്കെ തോറ്റു പോകുന്നു. അപ്പോൾ അതിനർത്ഥം എന്താ? അത്രയധികം ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകളാണ് എഞ്ചിനീയറിംഗിന് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ആരും എഞ്ചിനീയറിംഗിന് പോകരുത്. എന്താണ് എഞ്ചിനീയറിംഗിന്റെ ഒരു യാഥാർത്ഥ്യം, നമ്മുടെ നാട്ടിലൊരു യാഥാർത്ഥ്യം എന്താണ്, എഞ്ചിനീയറിംഗിന് പോയാൽ ജോലി കിട്ടുമോ ഇല്ലേ, ഇതാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത് ഞാൻ പൊതുവെ പറയാറുള്ള സംഭവമാണ് IITയിൽ പോകണം, IIT പോയി പഠിക്കണം എന്നുള്ളത്. ഇനി IIT പോയി പഠിച്ചാൽ തന്നെ ഇറ്റ്സ് ഓൾ ബ്രൈറ്റർ ഓൺ ദാറ്റ് സൈഡ്, അങ്ങനെയാണോ? അല്ല, അവിടെയും എനിക്ക് ചില നെഗറ്റീവ്സ് പറയാനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും നെഗറ്റീവ്സിലോട്ട് കിടക്കുകയാണ്. നിങ്ങളുടെ നെഗറ്റീവ് കമന്റ്സ് എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്, അല്ലേ? അപ്പോൾ എഞ്ചിനീയറിങ്ങിന് നമുക്കറിയാം ഏറ്റവും വലിയ പ്രശ്നം ജോലിയാണ്. ഈ ജോലി ഇല്ലാത്തതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ആവശ്യത്തിന് സ്കില്ലില്ല എന്നുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതൽ എഞ്ചിനീയേഴ്സിനെ പലപ്പോഴും ആവശ്യമുണ്ട്. എഞ്ചിനീയേഴ്സിന് ഒരു ഡിമാൻഡ് പ്രോബ്ലം കുറവൊന്നുമില്ല. പക്ഷേ ആവശ്യത്തിന് നല്ല സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ സപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ആവശ്യത്തിന് സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനെ സപ്ലൈ ചെയ്യാൻ അക്കാഡമിക് സ്ഥാപനങ്ങൾക്ക് സാധിക്കുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, എഞ്ചിനീയറിംഗിന് വരുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അതിനോട് പ്രത്യേകിച്ച് ഒരു ആപ്റ്റിറ്റ്യൂഡും ഇല്ല. എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടതെന്ന് വിചാരിച്ച് എഞ്ചിനീയറിംഗ് എടുക്കുന്നവരാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാത്തമാറ്റിക്സ് അത്യാവശ്യം നന്നായി ബേസ് ഇല്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് എഞ്ചിനീയറിംഗ് എടുക്കാൻ പോയിരുന്നു. മേ ബി നിങ്ങൾക്ക് ഡിപ്ലോമക്ക് പോകാം, മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകാം. ഹാൻഡ്സ് ഓൺ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഡിപ്ലോമക്കോ പോളിക്കൊക്കെ പോകാം. പക്ഷെ എഞ്ചിനീയറിംഗിന് പോയിട്ട് വെറുതെ കുടുങ്ങിയത്. കാരണം BTech എന്നുള്ളത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ബോൾ ഗെയിം. അവിടെ നല്ല കട്ടി മാത്തമാറ്റിക്സ് പേപ്പേഴ്സ് 2, 3, 4, 5 ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. ബാക്കി ഏത് പേപ്പർ എടുത്താലും മാത്സിന്റെ അപ്ലിക്കേഷൻസ് വരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ പൊതുവെ സപ്ലി അടിക്കാനുള്ള മെയിൻ റീസൺസ് ഈ ഒരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടിനി പഠിച്ചിറങ്ങി വന്നാലും ആവശ്യത്തിന് സ്കിൽ സെറ്റ് നമ്മുടെ കോളേജുകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളൊരു പ്രൈവറ്റ് കോളേജിൽ പോയി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ ഗവൺമെന്റ് കോളേജുകളിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പലപ്പോഴും എഞ്ചിനീയേഴ്സിന്റെ സ്കിൽസ് പലപ്പോഴും ഒരു ഇൻഡസ്ട്രിയും അക്കാഡമിക്സും തമ്മിൽ വലിയ ഗ്യാപ്പ് ഉള്ള ഒരു ഏരിയയാണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. കാരണം ഇൻഡസ്ട്രി കുറെ അഹെഡ് ആയിരിക്കും, അക്കാഡമിക്സ് പലപ്പോഴും പിന്നിലായിരിക്കും. കാരണം ഇൻഡസ്ട്രിയിൽ കാശുണ്ട്, ആളുകൾ പുതിയ പുതിയ ടെക്നോളജി കമ്പനികളിൽ കൊണ്ടുവരും. പക്ഷെ അക്കാഡമിക്സിന് കാശില്ല, അതുകൊണ്ട് അത് കൊണ്ടുവരില്ല. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഒരു ഗ്യാപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഗ്യാപ്പ് ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ മാത്രമേ ഒരു അക്കാഡമിക്സ് കടന്ന് അപ്പുറത്തോട്ട് അവരുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് പലപ്പോഴും ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അവരതിന് പിന്നോട്ട് പോകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എഞ്ചിനീയറിംഗിന്റെ ഒരു യാഥാർത്ഥ്യം എന്നുള്ളത്. നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാതെ എഞ്ചിനീയറിംഗിന് പോകരുത്. ഇനി എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞാൽ നിരന്തരം നമ്മൾ അപ്സ്കില് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എങ്കിലും നമുക്ക് നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്ന ജോലി 8,000 രൂപയുടെയും 10,000 രൂപയുടെയും ഒക്കെ ജോലിക്ക് കഷ്ടപ്പെടുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഈവൻ പുറത്ത് പോയിട്ട് അക്കൗണ്ടിലും കാഷ്യറായിട്ടും അതേപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്ന നല്ല എന്താ പറയാ ഒരു ഫിസിക്കൽ ലേബർ പോലെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ ഒരു എഞ്ചിനീയറിംഗ് സ്കില്ല് ബേസിക്കലി കുട്ടികൾക്ക് ഇല്ലാത്തതാണ് പ്രശ്നം. അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് കുറവ് തന്നെയാണ് പ്രശ്നം. ഇനി രണ്ടാമത് ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നല്ല കോളേജുകളിൽ പോയി പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, IIT പോയി പഠിക്കണം, അല്ലെങ്കിൽ NIT പോയി പഠിക്കണം. ഇനി അവിടെ പോയി പഠിച്ചാൽ എല്ലാം സെറ്റിലായി എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. IITയിൽ എന്താണ്, ഫുൾ പ്ലേസ്മെന്റ് ആണോ? IITയിൽ ഫുൾ പ്ലേസ്മെന്റ് ഒക്കെയാണ്. പക്ഷേ IITയുടെ ഒരു പ്ലേസ്മെന്റ് സ്റ്റോറി എന്നുള്ളത് അത്യാവശ്യം സ്ക്യൂഡാണ്. കാരണം ഒരു 1 crore പാക്കേജ്, 2 crore പാക്കേജ് എന്നുള്ളതൊക്കെ അത് IITയിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു സംഭവമല്ല. എനിക്ക് തോന്നുന്നു IITയിൽ ഒരു ആവറേജ് പാക്കേജ് ഒക്കെ ഇപ്പം മേ ബി ഒരു 15 lakhsോ 15 to 20 lakhs ഒക്കെ ആയിരിക്കും ആവറേജ് ലാക്സ് പെർ ആനായിരിക്കും ഉണ്ടാവുക. ഈ 15 to 20 lakhs നിങ്ങൾക്ക് ഫുള്ളായിട്ട് കയ്യിൽ കിട്ടുന്നില്ല. നമുക്ക് 30% ടാക്സ് റേറ്റ് ഉണ്ട്. 10 lakhsന്റെ മേലെ നിങ്ങൾക്ക് സാലറി വാങ്ങുകയാണെങ്കിൽ, അതായത് ആ 20 ലക്ഷം നിങ്ങൾ സാലറി വാങ്ങുകയാണെങ്കിൽ ആ 10 to 20 lakhsലെ 10 ലക്ഷത്തിൽ 3 ലക്ഷം ഗവൺമെന്റ് കൊണ്ടുപോകും, 7 ലക്ഷം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഞാനൊരു ഏകദേശം കണക്ക് പറഞ്ഞാണ്. ടാക്സ് ലാബിൽ ഇപ്പോൾ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ബട്ട് ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്, റൈറ്റ്? അത് കഴിഞ്ഞ് പിന്നെ പ്രൊവിഡന്റ് ഫണ്ട് ഉണ്ടാവും, മറ്റേ കമ്പനി വേറെ എന്തെങ്കിലും കോമ്പൻസേഷൻ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടൊരു തുകയാണ് കയ്യിൽ കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഒരു 1 crore അല്ലെങ്കിൽ 2 crore അല്ലെങ്കിൽ ഈവൻ 50 lakhs 40 lakhs ഒന്നും കിട്ടിക്കോളണം എന്നില്ല. രണ്ടാമത്തത്, ഇത് ബ്രാഞ്ചിനെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അത് കഴിഞ്ഞുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്
ഉണ്ടാവും. അത് കഴിഞ്ഞ ഒരു കോർ എഞ്ചിനീയറിംഗിലോട്ട് പോകുമ്പോൾ ഇത് അല്ലാതെ IITയുടെ പ്ലേസ്മെന്റ്സിൽ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് സെക്ടറിൽ അല്ലാതെ കാര്യമായി വരുന്നത് ഇപ്പോൾ BCG പോലത്തെ അല്ലെങ്കിൽ മെക്കൻസി പോലത്തെ ഇങ്ങനത്തെ കൺസൾട്ടിങ് ഫേംസും പിന്നെ അനലിറ്റിക്സ് ഫേംസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരുന്നത്, ബിസിനസ് റിലേറ്റഡ്. അതേപോലെ തന്നെ സ്ലംബർജർ പോലത്തെ കമ്പനീസ്, അത്യാവശ്യം ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുള്ള. അപ്പോൾ ഈ കമ്പനീസിനൊക്കെ പോകും. ഈ കമ്പനീസിലൊക്കെ ഒരു ലിമിറ്റഡ് ആൾക്കാരാണ് പോവുക. ബാക്കിയുള്ള ആളുകൾ, ബാക്കി നോൺ IT അല്ലെങ്കിൽ നോൺ CS ബ്രാഞ്ചിലുള്ള ആൾക്കാർ കുറച്ച് ആളുകളൊക്കെ ഇത്തരം കൺസൾട്ടൻസിലോട്ടും നോൺ കോർ ജോബ്സിലോട്ടും പോകും. അവിടെ കോർ ജോബ്സ് അവർക്ക് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട്. ഈവൻ നോൺ കോർ ജോബ്സ് തന്നെ ലോ പേയിങ് ആയിട്ടുള്ള ജോബ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വലിയ സാലറി വാങ്ങുക, ഒരു 6 ഡിജിറ്റ് സാലറി വാങ്ങുക, 7 ഡിജിറ്റ് സാലറി വാങ്ങുക എന്നുള്ളത് എന്തല്ല, അതൊക്കെ നമുക്ക് IITയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ്. പക്ഷേ ജനറലി ഒരു ബെറ്റർ എന്തായാലും മറ്റു കോളേജിനെക്കാളും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഓവർ എക്സ്പെക്ടേഷൻ നമുക്ക് എല്ലാ ബ്രാഞ്ചിനെ കുറിച്ച് വേണ്ട. ദാറ്റ്സ് എ ഡൗൺ സൈഡ്. അത് മാത്രം കണ്ടിട്ട് നമ്മൾ IITയെ വിലയിരുത്തരുത്. രണ്ടാമത്തെ IITയുടെ ഏറ്റവും വലിയ പ്രശ്നം അവിടുന്ന് പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്ന അക്കാഡമിക് പ്രഷറാണ്. അക്കാഡമിക് പ്രഷർ മേ ബി എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു വലിയ പ്രോബ്ലം ആയിട്ട് അവിടെ മാറുന്നത്. കാരണം നമ്മൾ ഇപ്പോഴും നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടെ ഒരു സൂയിസൈഡ് നടന്നു. എത്രയോ സൂയിസൈഡ്സ് ഓരോ വർഷവും IITയിൽ നടക്കുന്നുണ്ട്. ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം അതർ. ഇപ്പൊ സൂയിസൈഡ്സ് ഇപ്പോൾ ഞാനുള്ള സമയത്ത് തന്നെ ഒരു 4-5 വർഷത്തിനുള്ളിൽ 5-6 സൂയിസൈഡ്സ് കണ്ടിട്ടുണ്ട്. ആ 5-6 സൂയിസൈഡ്സിൽ ഒരുത്തനെ ഞങ്ങൾ വാതിൽ തുറന്ന് രക്ഷിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഉറക്ക ഗുളിക അടിച്ചിട്ട് കിടക്കായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടത് ചെയ്യുന്നു? ഇപ്പോൾ ചില ആളുകൾ ചില ഗൈഡ്സിന്റെ കീഴിൽ അവരുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആയില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു പാരൻസിന്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. ചിലത് ലവ് ഫെയിലിയേഴ്സ്, അഫെയർ ഫെയിലിയേഴ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പക്ഷെ അത് ലിമിറ്റഡ് ആയിരിക്കും. കുറേ സംഭവങ്ങൾ ഒരു അക്കാഡമിക് ഫെയിലിയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഫെയിലിയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഡിലേയ്സ് അല്ലെങ്കിൽ പ്രൊജക്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവം, അത്രയധികം ലൈഫിൽ സക്സസ്ഫുൾ ആയി വന്ന ആളുകൾക്ക്, ഇപ്പോൾ JEE പോലത്തെ എക്സാം ഒക്കെ എഴുതി ഏറ്റവും സക്സസ്ഫുൾ ആയി വന്ന ആളുകളാണ്. അവർക്ക് ചെറിയ ഫെയിലിയർ പോലും പലപ്പോഴും സഹിക്കാൻ സാധിക്കില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അത് എല്ലാം ഫെയിലിയർ ആണ് നമുക്ക് പറയാൻ സാധിക്കില്ല. ദർ ഈസ് സംതിങ് പ്രോബ്ലമാറ്റിക് വിത്ത് ദ സിസ്റ്റം ഓൾസോ, റൈറ്റ്? നമ്മൾ അറിയാത്ത രീതിയിൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫാത്തിമ എന്ന കുട്ടി മരണപ്പെട്ടു. ആ കുട്ടി ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിരുന്നു എന്നുള്ള ന്യൂസസും മറ്റു സംഭവങ്ങളൊക്കെ വന്നിരുന്നു. എന്നോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലോ ആവില്ല ചിലപ്പോൾ വർക്കാവുന്നത്. അത് വർക്കാവുന്നത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും. അത് എനിക്ക് ഡിസ്ക്രിമിനേഷനായി ഫീൽ ചെയ്യാത്ത ചിലപ്പോൾ മറ്റൊരാൾക്ക് ഡിസ്ക്രിമിനേഷനായി ഫീൽ ചെയ്യാം. അവിടെ ആക്ച്വലി ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഈ പ്രശ്നങ്ങൾ എന്താ പറയുക, അതൊരു ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ് IIT എന്നുള്ളത്. അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടോ? ഉണ്ടാവും. ഇന്ത്യയിൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും IITയിലും കാസ്റ്റ് ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ പല പ്രൊഫസേഴ്സും കെയിം ഔട്ട് ക്ലെയിമിങ് ദാറ്റ്, റൈറ്റ്? ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. IITകളെ അയ്യർ ആൻഡ് അയ്യങ്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നുള്ളതിന് പകരം അങ്ങനെ വിളിക്കാറുണ്ട്. പക്ഷെ അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ശരി എന്നുള്ളത്. ബാക്കിയുള്ളവരുടെ അനുഭവങ്ങൾ തെറ്റാണെന്ന് പറയാൻ ഞാൻ ആരുമല്ല. എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷെ ഞാൻ അനുഭവിച്ചത് പേഴ്സണലി എനിക്ക് ഒന്നും ഡിസ്ക്രിമിനേഷനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. എന്നോട് ഒരു ഡിസ്ക്രിമിനേഷനായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് ഉണ്ടായേക്കാം. അത് പേഴ്സൺ ടു പേഴ്സൺ മാറും. ചില പ്രൊഫസേഴ്സ് മാറും. എക്സ്ട്രീംലി നല്ല പ്രൊഫസേഴ്സ്, വളരെ കൈൻഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ വാശിയുള്ള പ്രൊഫസേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഒരേ പ്രൊഫസറുടെ കീഴിൽ 4-5 ആൾക്കാർ ആത്മഹത്യ ചെയ്ത ഇൻസിഡന്റ് ഒരു പ്രൊഫസറുടെ കീഴിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ ആത്മഹത്യയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു റിയലൈസേഷൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവിടെ സിസ്റ്റത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ IITസിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇതൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ഒരു പാരന്റ് ഇങ്ങനത്തെ ആശങ്കകൾ ഉണ്ടാവാം. അപ്പോൾ നേരത്തെ MBBS പോലെ അല്ലെങ്കിൽ നീറ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തിനിത് പറയുന്നു? ഇത് എക്സ്പെക്ട് ചെയ്തിട്ടാവണം നമ്മൾ അവിടെ ചെല്ലേണ്ടത്. നമ്മൾ IIT പോലത്തെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ NIT പോകുമ്പോൾ, ഇപ്പോൾ NIT ഈ അടുത്തൊരു പയ്യൻ ആത്മഹത്യ ചെയ്തു, റൈറ്റ്? അവൻ കോഴ്സ് ഡിലേ ആയിട്ട് ആണ് ആത്മഹത്യ ചെയ്തത് എന്ന് തോന്നുന്നു. കോഴ്സ് ഡിലേ അല്ലെങ്കിൽ എന്തൊരു അക്കാഡമിക് റിലേറ്റഡ് പ്രോബ്ലമാണ്. അത് പ്രോബ്ലമാണ്. അവൻ്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ അവന് പറയാൻ ആരും ഉണ്ടായില്ല എന്നുള്ളത് അത് വലിയൊരു പ്രോബ്ലമാണ്, അല്ലെ? ഒരു ജീവനാണ്, ഒരു മിടുക്കനായ ജീവനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ പ്രശ്നങ്ങൾ ഇപ്പം പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ആരും NIT പോകാതിരിക്കാനാണോ? നിങ്ങൾ IIT പോകാതിരിക്കാനാണോ? നേരത്തെ നീറ്റിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ എന്തിനാണ്? നിങ്ങൾ ഡോക്ടർ ആവാതിരിക്കാനാണോ? ഇല്ല. നമ്മൾ പോകുമ്പോൾ ഇത് പ്രശ്നമാണെന്ന്, ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷനുമായിട്ട് വേണം നമ്മൾ പോകാൻ എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? നീറ്റിന്റെ അക്കാഡമിക് ലൈഫ് കുറച്ച് റിഗറസ് ആണ്. ഇപ്പോൾ MBBSന് അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് വേണം നമ്മൾ പോകാൻ. IITയിൽ
ഇങ്ങനെ കുറേ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അക്കാഡമിക് പ്രഷറിന് വിധേയമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും അവിടെ ചെല്ലുമ്പോൾ അന്ന് അജ്മൽ സാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ അക്കാഡമിക് പ്രഷർ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ഹെൽപ്പ് സ്വീകരിക്കണം, നിങ്ങൾ ആളുകളുടെ ഹെൽപ്പ് സ്വീകരിക്കണം അല്ലേ, നമുക്ക് അവിടെ കൗൺസിലേഴ്സ് ഉണ്ടാവും. ഇത് സ്വീകരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ നിങ്ങളാരെയും ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ള. നമ്മൾ റിയാലിറ്റി അറിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഞാൻ ഇതിലൂടെ രക്ഷിക്കുന്ന ചിലപ്പോൾ ഒരാളുടെ ജീവനായിരിക്കും എന്നുള്ള തിരിച്ചറിവുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇതാ എൻജിനീയറിങ്ങിൻ്റെ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ആൾ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഐ വിൽ റീഡ് ദാറ്റ് ആൻഡ് ഐ വിൽ ട്രൈ ടു റെസ്പോണ്ട് ടു ദാറ്റ്. ബൈ ബൈ.